ഒന്ന് സഹായിക്കാൻ പോലും, ഒന്ന് അയ്യോ എന്ന് വിളിച്ചാൽ കേൾക്കാൻ പോലും ഒരു മനുഷ്യനില്ല. ആനയും പുലിയും എപ്പോഴും ഇറങ്ങി നടക്കുന്ന കാട്ടിലെ തേയിലത്തോട്ടത്തിന് നടുവിലെ അമ്പനാട്. ഇവിടേക്ക് പോകുന്ന റോഡായാലും അവിടുത്തെ ഭംഗിയായാലും പിന്നെ പേടിച്ച് വിറച്ച് ആനക്കാട്ടിലൂടെ നമ്മളൊരു വ്യൂ പോയിന്റ് പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആന കുത്തി മറച്ചിട്ടുള്ള, എൻ്റെ മോനെ ഇതൊക്കെ ഇപ്പം നടന്നിട്ടുള്ളതാണോ? മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഇഷ്ടം മാതിരി കാഴ്ചകൾ കുത്തി നിറച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഹിൽ സ്റ്റേഷൻ. അപ്പോൾ വിട്ടാലോ? വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. ആര്യങ്കാവേ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ശരിക്കും ഈ ഒരു ഭാഗത്ത് കാട് പോലെ തന്നെയാണ്. ഇത് കണ്ടോ, ഒരാളും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഈ കാണുന്നതാണ് ആര്യങ്കാവ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഒരു വണ്ടി പോലും ഓണായിട്ടില്ല. ഈ ഒരു ആര്യങ്കാവ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 5:30-ക്കാണ് നമുക്ക് പോകേണ്ട ബസ്. ഈ ഒരു പുതിയ ബസ്സിനകത്താണ് നമ്മൾ അമ്പനാട് ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇവിടെയാണ് ആര്യങ്കാവ് അയ്യപ്പസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ തൊട്ടടുത്ത് റൂമുകളുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്നലെ വന്ന് നിന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ റോസ്മലയിൽ പോയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോസ്മല എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും കഴുത്തുരുട്ടിയിൽ നമ്മൾ എത്തും. അവിടുന്ന് ഈ ഒരു റെയിൽവേ ബ്രിഡ്ജിനടിയിലൂടെ വേണം പോകാൻ. ഇവിടുന്ന് അങ്ങോട്ട് റബ്ബർ എസ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ ഇതേപോലത്തെ ലയങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ടോ? ബസ് സ്റ്റോപ്പിനൊക്കെ ഇതേപോലെ ഗേറ്റും വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. പറ്റിയ അബദ്ധമാണ്. പൊട്ടിപ്പൊളിഞ്ഞൊന്നായിട്ട് നാശകോശമായിട്ട് കിടക്കുകയാണ്. നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലും അതേപോലെ തന്നെ ആനച്ചാടിയിലൂടെയും നമുക്ക് ഈ ഒരു അമ്പനാട് ഹിൽ സ്റ്റേഷൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റും. നമ്മൾ പോകുന്നത് ഈ റൂട്ടാണ്, തിരിച്ചു വരുന്നത് ആനച്ചാടി വഴിയാണ്. അതുകൊണ്ട് തന്നെ അമ്പനാട്ടെ ഒരുവിധം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രാവിലെ 5:30 ആവുന്ന സമയത്ത് ആര്യങ്കാവിൽ നിന്നും ഈ ഒരു ബസ് എടുക്കും. ഒരു 7 മണി ആവുന്ന സമയത്ത് നമ്മൾ ടോപ്പിലെത്തും. അവിടുന്ന് 7:30 ആവുന്ന സമയത്ത് ഈ ഒരു ബസ് തിരിച്ചു പോന്നാൽ പിന്നെ വൈകുന്നേരം മാത്രമാണ് അമ്പനാടേക്ക് ബസ്സുകളുള്ളത്. അതായത് ഈ ഒരു ബസ് മാത്രമാണ് അമ്പനാടേക്കുള്ളത്. അതും 2 ട്രിപ്പ് മാത്രം, രാവിലെയും വൈകുന്നേരവും. ആ ഒരു മലയുടെ അപ്പുറത്തു നിന്നും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കും ഭംഗി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും റോഡുമ്മൽ ഇതാ ഒരു മയിൽ. എന്തായാലും മയിലിനെയൊക്കെ കണ്ട് മുൻപോട്ട് വന്നപ്പോഴേക്കും പശുക്കളൊക്കെ ഇങ്ങനെ റോട്ടുമ്മ കൂടെ നടക്കുകയാണ്. ഗ്രാമപ്രദേശമാണ്, അതേപോലെ ഉൾഗ്രാമങ്ങളാണ്. ഏതൊരു ഉൾഗ്രാമങ്ങളിൽ പോകുന്ന സമയത്തും ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് കാണാനുണ്ടാവുക. പത്രം ഇടുന്നത് കണ്ടോ? ഈ റൂട്ടിലെ പത്രക്കാരനും നമ്മുടെ ഡ്രൈവറാണ്. അങ്ങനെ അവിടുത്തെ പത്രമൊക്കെ കൊടുത്ത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ഒരു ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റം തുടങ്ങുകയാണ്. അതേപോലെ തന്നെ നല്ല വളവുകളുണ്ട്. ഈ ഒരു ബസ്സിൻ്റെ രാവിലത്തെ ആദ്യത്തെ ട്രിപ്പാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മരത്തിൻ്റെ കൊമ്പൊക്കെ റോട്ടുമ്പിലേക്ക് കിടക്കുന്നുണ്ട്. അതെല്ലാം മാറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ബസ്സിൻ്റെ മുൻപിൽ തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് ഇതേപോലെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ട്. എന്തായാലും രാവിലെ നേരത്തെ തന്നെ ബസ്സിനകത്ത് കയറി പോന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് മുൻപോട്ട് വന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊടും വളവ് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഓടുകയാണ്. എന്തായാലും ഈ ഒരു പുതിയ KSRTC ബസ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരുന്നത് കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്ത് സ്ത്രീകൾക്ക് ഫ്രീ ആണ്. ഇപ്പം എവിടെ നോക്കിയാലും പ്രിയദർശിനി ബസ്സിൻ്റെ കഥകൾ മാത്രമേ കേൾക്കാനുള്ളൂ. നമുക്കെന്തായാലും ഫ്രീ ആയിട്ട് പോകാനാവില്ല. പോകാൻ പറ്റുന്ന ആളുകൾക്ക് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു തരാം.
ഗവി, മലക്കപ്പാറ, നെല്ലിയാമ്പതി, പൈതൽമല, അട്ടപ്പാടി, പൊന്മുടി, കക്കാടംപൊയിൽ. ഇത് മാത്രമല്ല വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാ ട്രിപ്പുകളും പോകാറുള്ളത് KSRTC ബസ്സിനകത്താണ്. നമ്മുടെ ചാനലിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഫ്രീ ആണെന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഗവിയും മലക്കപ്പാറയും നെല്ലിയാമ്പതിയും ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം. അവിടത്തേക്ക് പോകുന്ന റോഡായാലും കുത്തനെയുള്ള കയറ്റങ്ങളും കൊടും വളവുകളും ഒക്കെയാണ് ആ ഒരു റൂട്ടിലൊക്കെ. ചെറിയ ഒരു ശ്രദ്ധ തെറ്റിയാൽ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്ന റൂട്ടാണ്. 19 ആളുകൾ കയറേണ്ട ബസ്സിനകത്ത് ഇപ്പം 100-120 ആളുകളാണ് പോകുന്നത്. അപകടങ്ങൾ ഉണ്ടായാൽ പിന്നെ ഫ്രീയും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മുടെ ജീവൻ അങ്ങ് പോവും. നമ്മൾ ബസ്സിനകത്ത് പോകുന്ന സമയത്ത് 100 രൂപ ലാഭം കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ അപ്പുറത്തെ ഒരു 500 രൂപ ചിലവാക്കുന്നുണ്ടാവും. അത് നമ്മളോട് മറന്നു പോകും. പിന്നെ ഇതേപോലത്തെ കൊടും വളവുകളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ ബസ് തന്നെ ഒറ്റയടിക്ക് വളച്ചെടുക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പം പോകുന്ന അമ്പനാട് ട്രാവങ്കൂർ റബ്ബർ ആൻഡ് ടീ കമ്പനി ലിമിറ്റഡിൻ്റെ അധീനതയിലാണ്. നമുക്കിതാ മുൻപിൽ ഒരാൾ ഗേറ്റ് തുറന്ന് തരുന്നത് കണ്ടോ. ഇതാണ് മെത്താപ്പ് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് ഇവിടെ 100 രൂപ എൻട്രി ടിക്കറ്റ് കൊടുക്കണം. ബസ്സിനകത്ത് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ നമുക്കിവിടെ നിൽക്കാനും പറ്റൂ. അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്ന് ഇവിടുത്തെ മാത്രമാണ് നമ്മുടെ ബസ് വരിക. ഇതാണ് അരണ്ടൽ എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു ഹിൽ സ്റ്റേഷന് മൊത്തമായിട്ട് പറയുന്ന പേരാണ് അമ്പനാട്. ഇപ്പം 7 മണിയായിട്ടേ ഉള്ളൂ. ഈ ഒരു ബസ് 7:30 ആവുന്ന സമയത്ത് ഇവിടുന്ന് തിരിച്ച് പോകുന്നത് തെങ്കാശിയിലേക്കാണ്. ഇവിടെ ഇതാ 2-3 കടകളുണ്ട്, പിന്നെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു ബസ്സിനകത്തെ തിരിച്ചു പോകുന്നില്ല. ഇവിടുന്ന് മുകളിലേക്ക് പോയാലേ ഒരു ഡബിൾ റോക്ക് വ്യൂ പോയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ടീ ഫാക്ടറി വ്യൂ പോയിൻ്റും ഉണ്ട്. ശരിക്കും താഴെ ഭാഗത്തേക്കും ഈ ഒരു സ്ഥലവും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കോട ഇങ്ങനെ ഓടിപ്പോകുന്ന കാണാൻ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് മയില. ഇങ്ങനെ പക്ഷികളെയും മയിലിൻ്റെ സൗണ്ടും ഒക്കെ ഉള്ളൂ. മൊത്തമായിട്ട് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. ഇത് തന്നെയാണ് കേട്ടോ വ്യൂ പോയിൻ്റ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് രാവിലെ ആയതുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ എന്തായാലും ഇത്രയും ദൂരം നടന്നു വന്നത് വെറുതെ ആയില്ല. ഇത് നോക്കിയാൽ താഴോട്ട് അതാണ് കേട്ടോ ടീ ഫാക്ടറി ഉണ്ടോ. കൊല്ലം ജില്ലയിലെ ഏക ടീ ഫാക്ടറിയാണിത്. ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു അമ്പനാടിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കൊല്ലം ജില്ലയിൽ ഏക തേയിലത്തോട്ടമുള്ള സ്ഥലവും ഈ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടാണ് ഡബിൾ റോക്ക് വ്യൂ പോയിന്റ് ഉള്ളത്. അവിടെ പോയാലും നമ്മളിപ്പം കാണുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. അമ്പനാട്ടെ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നടക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മളിപ്പോൾ അങ്ങാടിക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങാടിയിൽ നിന്നും കുറച്ച് മുകളിലേക്ക് കയറി പോയിട്ട് വേറെ ഒരു വ്യൂ പോയിന്റും കൂടെ ഉണ്ട്, അതും കൂടെ കാണണം. എന്നിട്ട് 10 മണിക്ക് ഇവിടുന്നൊരു ജീപ്പ് താഴോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തിരിച്ചു പോവുകയും വേണം. ശരിക്കും ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തമിഴരാണ്. അതായത് അവരുടെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് തെങ്കാശിയിലാണ്. ശരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് ഓടുന്നതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടുന്ന് രാവിലെ ആളുകളെ അങ്ങോട്ട് തെങ്കാശിക്ക് കൊണ്ടുപോകും. തിരിച്ച് പിന്നെ പുനലൂർ വന്നിട്ട് പിന്നെ വൈകിട്ട് തെങ്കാശിക്ക് പോവുകയാണ് ചെയ്യുക. വൈകിട്ട് തെങ്കാശിയിൽ പോയിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. അതാണ് ആ ഒരു ട്രിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത്. ആര്യങ്കാവിൽ നിന്നും ഇവിടത്തേക്ക് 35 രൂപയാണ് നമുക്ക് ടിക്കറ്റ് വന്നിട്ടുള്ളത്. ശരിക്കും ഞാൻ ഈ ഒരു ബസ്സിനകത്ത് വന്നിട്ട് ഈ ഒരു ബസ്സിന് തന്നെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡ്രൈവർ നല്ലൊരാളാണ്. അവരോട് സംസാരിച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നും അതേപോലെ ഇവിടെ കണ്ടിട്ട് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇവിടുത്തെ അങ്ങാടിയിലുള്ള ആളുകളെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തു. പിന്നെ തിരിച്ചു പോകാനുള്ളൊരു ജീപ്പിൻ്റെ ആളെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനത്തെ ആളുകളും ഉണ്ട്. നമ്മൾ ഇതേപോലെ അറിയാത്ത സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടേ. ശരിക്കും ഇതേപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ മുകളിൽ കയറി എത്തിയാൽ ഒരുവിധം സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ആയിരിക്കും. അതിന് നടുവിലൊരു ക്ഷേത്രം ഉണ്ടാവും, പിന്നെ 1-2 കടകളുണ്ടാവും. അതെല്ലാം പണ്ട് കാലത്തുള്ള കടകൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും. ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതേ കല്ലുപയോഗിച്ചിട്ടാണ്. അതായത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള
ബിൽഡിംഗ് ആണ് ഇതൊക്കെ. അങ്ങാടിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ഇതാ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള റോട്ടിലൂടെ നടക്കുകയാണ്. ഇവിടെ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്യാമ്പ് സൈറ്റും ഉണ്ട്. സൺസെറ്റ് വ്യൂ പോയിൻറ്റിലേക്ക് 3.5 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്, പിന്നെ ക്യാമ്പ് സൈറ്റിലേക്ക് 1 കിലോമീറ്ററും. ഇവിടെ ഇതെന്താ ഒരു ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. മുകളിലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പ്രതിഷ്ഠയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതായിരിക്കും ക്യാമ്പ് സൈറ്റ്. എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലത്താട്ടോ ഈ ഒരു ക്യാമ്പ് സൈറ്റ് ഉള്ളത്. ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ബോർഡ് ഇതാ ഇങ്ങനെ ഈ റോഡിന് കാണിക്കുന്നുണ്ട്. കുറച്ച് ദൂരം നടന്നു നോക്കാം. പിന്നെ പോകുന്ന എവിടെയൊക്കെ തേയില നുള്ളുന്ന പണിക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി. കാട്ടിനുള്ളിലൂടെ തേയിലത്തോട്ടാണെങ്കിലും അത്യാവശ്യം നല്ല പോലെ കാടുമുണ്ട്, പിന്നെ ആനകളും ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ തേയില നുള്ളുന്ന ആളുകൾ കണ്ടില്ലായിരുന്നോ? അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആനകളുണ്ട്, ശ്രദ്ധിച്ച് പോകണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൈക്ക് എടുത്ത് വരികയാണെങ്കിൽ ഈ റോഡ് കണ്ടോ, ഈ റോഡിന് നമ്മളിപ്പം വന്ന് അവിടെ നിന്ന് തൊട്ട് ഇവിടുത്തെ ഏറ്റവും ബൈക്കിൽ വരാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഇവിടെയോ കണ്ടോ ആനകൾ കുത്തി മറിച്ച സ്ഥലം കേട്ടോ. ഒന്ന് സഹായിക്കാൻ പോലും, ഒന്ന് അയ്യോ എന്ന് വിളിച്ചാൽ കേൾക്കാൻ പോലും ഒരു മനുഷ്യനില്ല. അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് ശരിക്കും ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക്കാണ്. പിന്നെ എന്ത് ചെയ്യാനാ, ഒറ്റയ്ക്കാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. ഈ സാധനങ്ങൾ നിൽക്കുന്നതൊന്നും കാണുകയും കൂടി ഇല്ല, അതാ രസം. ആനയൊക്കെ വന്നാൽ ഒരു രക്ഷയില്ല ഇവിടെ നിൽക്കല്ലാതെ. ഇവിടെ നിന്ന് റേഞ്ചും ഉണ്ടാവില്ല, അതാ പ്രശ്നം. വിളിക്കാൻ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ ആദ്യത്തെ ജീപ്പുകാരൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ റേഞ്ച് വേണ്ടേ. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ വ്യൂ പോയിൻറ്റിന് അടുത്ത് എത്താനായിട്ടുണ്ട്. ഇങ്ങനത്തെ വളവുകളൊക്കെയാണ്, അതിനപ്പുറത്തൊക്കെ ആനകൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർന്നു കഥ. ഇത് ഫ്രഷ് ആണല്ലോ. ഇതാണ് വ്യൂ പോയിൻ്റ് എന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലേ. ഇതായിരിക്കും വ്യൂ പോയിൻ്റ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ വരുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെയാണ് വ്യൂ പോയിൻ്റ്. അടിപൊളി കേട്ടോ. ഈ റോഡ് നേരെ താഴോട്ട് പോകുന്നുണ്ട്. അവിടത്തേക്കാണ് അവർ പ്രത്യേകം പോകണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ആനകളുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ മുകളിലേക്കൊക്കെ കയറി പോകാനും പറ്റും. അതിനൊന്നും എന്തായാലും നിൽക്കുന്നില്ല. ഒരു സമാധാനമുണ്ട്. എന്താണെന്നറിയോ, താഴേ ഭാഗത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ തേയില നുള്ളുന്ന ആളുകളായിരിക്കും. കുറച്ച് പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിലും ഇവിടെ വന്ന സമയത്തെ ഇതേപോലെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ. ഞാനിപ്പോൾ ആലോചിക്കുന്നതേ, ഇനി തിരിച്ച് നടക്കണ്ടേ. എൻ്റെ അമ്മോ, ഇതൊരു വലിയ വ്യൂ പോയിൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇവിടേക്ക് വരുന്ന റൂട്ട് അടിപൊളിയാണ്. മുകളിലെ മേഘങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ വെയിലിങ്ങനെ മാറി വരുന്നത് കണ്ടോ. ഓഫ്, അടിപൊളിയല്ലേ. ഇതുണ്ടോ, ഇതൊക്കെ ആന കുത്തി മറിച്ചിട്ടുള്ള. എൻ്റെ മോനെ, ഇതൊക്കെ ഇപ്പം നടന്നിട്ടുള്ളതാണോ? നമ്മൾ കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണണമെന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഒന്നിനെയും കാണരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. കണ്ടാൽ അപ്പം വീഴും. നമ്മൾ പേടിച്ചിട്ടുള്ളൊരു കുളിര് കോരലുണ്ട്, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വ്യൂ പോയിൻറ്റിൽ പോയി വ്യൂ പോയിൻ്റ് കണ്ട് തിരിച്ച് നടക്കുകയാണ്. ഇതേപോലത്തെ സ്ഥലത്തേക്കൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടുപിടിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇവിടെ തേയില നുള്ളുന്ന ആളുകളെയൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സമാധാനമായി. അവിടെ എത്തിയിട്ട് വേണം ഒന്ന് നിന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക. നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് 10 മണിക്കൊരു ജീപ്പ് താഴോട്ടുണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ മുകളിലൊക്കെ പോയിട്ട് താഴോട്ട് വരുമ്പോഴേക്കും കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. ഭാഗ്യത്തിന് മുകളിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്തെ താഴെ ഭാഗത്തൂടെ ജീപ്പ് തിരിച്ചു പോകുന്നത് കണ്ട് ഞാൻ ഫോൺ എടുത്ത് വിളിച്ച സമയത്തെ അവർ വീണ്ടും അവിടുന്ന് തിരിച്ചു വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോവാണ്.
ഇവിടുന്ന് മുൻപോട്ട് പോയിട്ട് ജക്രാന്ത വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിൻറ്റും കണ്ടിട്ട് നമ്മൾ ആനച്ചാടി വഴിയാണ് ആര്യങ്കാവിലേക്ക് പോകുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ വന്ന വഴിയിലാണ് പോകേണ്ടത്. അതിലേ പോകാത്തത് എന്താണെന്ന് വെച്ചാലേ നമ്മൾ വരുന്ന സമയത്ത് റോഡ് പണി കണ്ടില്ലായിരുന്നു. അവിടെയൊക്കെ ഇപ്പം ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു റൂട്ടിലാണ് പോകുന്നത്. ഈ ഒരു ജീപ്പിനകത്തുള്ള ആളും ഈ ഒരു റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെയാണ് ജക്രാന്ത വ്യൂ പോയിൻ്റ്. ഇതൊരു വലിയ വ്യൂ പോയിൻ്റ് ആയിട്ടൊന്നും തോന്നില്ലെങ്കിലും ഇവിടെ ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കാറുണ്ട്. ആ ഒരു സമയത്ത് എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മൾ ജക്രാന്ത മരങ്ങൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മൂന്നാറിലൊരു പ്രാവശ്യം പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ജീപ്പ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഫോറസ്റ്റ് ഓഫീസിലുള്ള ആളുകളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു പോക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ഒരു ജീപ്പ് കിട്ടിയതുകൊണ്ട് ഞാൻ കഴിച്ചിലായി. ഇവിടെയൊക്കെ എത്തിയ സമയത്ത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു റൂട്ടിലും വരാൻ പറ്റും കേട്ടോ. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവും. അതേപോലത്തെ ഒരു സംഭവമായത്. താഴെ ഭാഗത്തേക്കുള്ളൊരു വ്യൂ ഒന്ന് നോക്ക്, എന്തു ഭംഗിയാണെന്നറിയോ. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പോലുമല്ല. നമ്മൾ അമ്പനാട് വരുന്നു, അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കാണുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു എന്ന് മാത്രമാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ ദൂരം താഴോട്ട് ഇറങ്ങി വന്ന് നമ്മൾ ആനച്ചാടിയിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും ഒരു ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ താഴോട്ട് പോയാലേ നമ്മളിതാ പൈനാപ്പിൾ തോട്ടത്തിന് നടുവിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ആനച്ചാടിയും പൈനാപ്പിൾ തോട്ടവും ഒക്കെ കണ്ട് നമ്മൾ തകരപ്പുര എന്ന് പറയുന്ന അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഈ റോഡ് നേരെ പോയാൽ നമ്മൾ കഴുത്തുരുട്ടിയിലേക്ക് തന്നെയാണ് എത്തുക. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.